ജയസൂര്യ നായകനായിട്ട് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമയാണ് ആട് എന്ന സിനിമയുടെ മൂന്നാം ഭാഗം. നമ്മുടെ ഫ്രൈഡേ ഫിലിം ഹൗസും കാവ്യ പ്രൊഡക്ഷൻ ഹൗസും നിർമ്മിച്ച വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമയാണ് ആട് എന്ന സിനിമയുടെ മൂന്നാം ഭാഗം. രണ്ടാമത്തെ ആഴ്ചയിലോട്ട് പോവുകയാണ്. ഇപ്പോഴും സിനിമയ്ക്ക് നല്ലൊരു ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ബുക്ക് മൈ ഷോയിലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ. എന്തായാലും ചിത്രത്തിന്റെ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക്. 9ാമത്തെ ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ ഓൾമോസ്റ്റ് 1,60,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ദുരന്തർ, പ്രതിച്ഛായ, അതുപോലെ തന്നെ പ്രൊജക്ട് ഹെയിൽ മേരി എന്നീ സിനിമകൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ ആടുന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന് തന്നെയാണ് ഏറ്റവും ഉയർന്ന കളക്ഷൻ സിനിമയ്ക്ക് 9ാം ദിവസം കാണാൻ സാധിച്ചത്. അങ്ങനെ ടോട്ടൽ 9 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 39,05,00,000 കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം. ഓൾമോസ്റ്റ് 40 കോടിയിലോട്ട് പോവുകയാണ് അപ്രോക്സിമേറ്റ് ആയിട്ട്. ഇനി സിനിമേന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ പരിശോധിക്കാൻ നമുക്ക്. ഇന്ത്യയുടെ മറ്റു ഭാഗത്തേക്കായിട്ട് സിനിമയ്ക്ക് 5,50,00,000 കളക്ഷൻ കാണാൻ സാധിക്കുക. അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 44,50,00,000 കളക്ഷനിൽ കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമേന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടിൽ സിനിമ വെറും 6-7 ദിവസം കൊണ്ട് 101 കോടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രൈഡേ ഫിലിം ഹൗസ് അത് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയതാണ്. പക്ഷേ ട്രാക്കേഴ്സിന്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 8ാം ദിവസം അപ്രോക്സിമേറ്റ് ആയിട്ട് 98-99 കോടിനടുത്താണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തോടെ നമുക്ക് പറയാൻ സാധിക്കും ഒഫീഷ്യലായിട്ട് സിനിമ 100 കോടിയുടെ മുകളിലോട്ട് എത്തിയിരിക്കുകയാണ് ട്രാക്കേഴ്സിന്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ. എന്തായാലും 102-103 കോടി ആയിരിക്കും നിലവിൽ സിനിമയ്ക്ക് 9 ദിവസം കൊണ്ട് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കുകയും ചെയ്യും നമുക്ക് ആടുന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. നിമിഷമില്ലാതെ ഇത് കാണുന്നവരാണെങ്കിൽ ഇവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പടം കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് രേഖപ്പെടുത്തുക.